ഹലോ ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പ്രകൃതി രമണീയമായ കുറച്ച് സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ സ്ഥലമാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. കണ്ടോ അവിടെ മറ്റേ കോലം ഒക്കെ വെച്ചിട്ടുള്ളത് കണ്ടോ, പന്നിയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ വളരെ ബുദ്ധിമുട്ടിയിട്ട് വെയിലത്തൊക്കെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അല്ലേ. അപ്പം ഇനി നമ്മൾ പോണത് ഒരു തോട്ടിക്കാണ്. നമ്മൾ എടുത്തോടാ, വളരെ പഴക്കത്തോടെ, പക്ഷെ അത് കുറേ വളരുന്നു ചോടിക്കുളിച്ച് നല്ല സെറ്റ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇതിൽ വെള്ളം ഇല്ല കേട്ടോ. നല്ല കുറവാണ് ഇപ്പോൾ വെള്ളം. അതിൻ്റെ മുന്നേ നല്ല ഉണ്ടായിരുന്നു. നമ്മളിവിടെ ചെറൊക്കെ കെട്ടായിരുന്നു. എന്താണെന്ന് ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് തോട് കാണാം, അതിൻ്റെ ശേഷം അതിനെക്കുറിച്ച് പറയുമ്പോൾ അത് പറയാം അല്ലേ. അതാവുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും. അപ്പോൾ പിന്നെ നമ്മുടെ വീഡിയോയിൽ കുറേ ശബ്ദങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും, കോയിൻ്റെ അങ്ങനത്തെ ഒക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. ശല്യമാണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ തോടിൻ്റെ അവസ്ഥ കേട്ടോ. നമ്മൾ ഇപ്പോൾ കണ്ട ഒരു വൃത്തികേടായിട്ട് ഒട്ടും വൃത്തിയില്ലാതെയാണ് ഇപ്പോഴത്തെ നമ്മുടെ തോടിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. പക്ഷേ മഴ വരുമ്പോൾ നന്നായിട്ട് ക്ലീനായി, മഴ പെയ്യുമ്പോൾ ഒന്നും കൂടി നമ്മൾ ക്ലീൻ ആക്കിട്ട്. ഇതിൽ വെള്ളമൊന്നുമില്ല, അപ്പം നമ്മൾ കുളിക്കാനൊന്നും വരലില്ല. ആദ്യം നമ്മൾ വെള്ളം ഉണ്ടായിരുന്ന സമയത്ത് ഇത് തന്നെയായിരുന്നു കേട്ടോ തിരുമ്പാനും കുളിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചിറ കെട്ടുക പറഞ്ഞാൽ ഇതുണ്ട്. ഇതുപോലെ ഞങ്ങളൊരു ചെറിയ കെട്ടലുണ്ട്, അതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. ഇതുപോലെ കല്ലൊക്കെ ഇങ്ങനെ അട്ടിക്കട്ടിക്ക് വരിയായിട്ട് വെച്ചിട്ടില്ലേ, അതാണ് ഈ ചിറ കെട്ടറിയണത്. ഇപ്പോൾ അതിൽക്കൂടെ വല്ലാതെ അങ്ങനെ വെള്ളമൊന്നും പോവില്ല, ചെറുതായിട്ട് പോകും, എന്നാലും വല്ലാതെ വെള്ളം പോവില്ല. പക്ഷെ ഇപ്പോൾ വേനൽക്കാലമാണല്ലോ, വെയിലാണല്ലോ, മഴയില്ലല്ലോ, അതുകൊണ്ട് നല്ല വെള്ളം കുറവാണ്. അപ്പോൾ അങ്ങനെ കുളിക്കലൊന്നുമില്ല. അപ്പോൾ വേസ്റ്റൊക്കെ അവിടുന്ന് നല്ലോണം വേസ്റ്റ് വരും കേട്ടോ. ആരാ ഇടുന്നതെന്നൊന്നും അറിയില്ല, നല്ല വേസ്റ്റ് വരും. അപ്പോൾ ഇതാണ് നമ്മൾ തിരുമ്പിയിരുന്ന കല്ലൊക്കെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ തിരുമ്പിയിരുന്ന പാകെ ചമ്മല ഒക്കെ നിറഞ്ഞ് ആകെ വൃത്തികേടായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളിവിടെ ഇങ്ങനെ ഒരു ചെറിയ കെട്ടലുണ്ട്. പക്ഷേ സാധാരണ അവിടെ വലിയൊരു കെട്ടലുണ്ട് കേട്ടോ. അത് ഞങ്ങൾ കാണിച്ചു തരാം. അവിടെ ഒരു കൊറ്റി നിൽക്കുന്നുണ്ടോ നിങ്ങൾ? ഇതിലിങ്ങനെ ചെറിയ മീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ കഴിക്കാൻ വേണ്ടിയിട്ട് വരികയാണ് കേട്ടോ പോലെ. അപ്പോൾ നമ്മുടെ ഈ തോടിൻ്റെ ഇവിടെ ഇങ്ങനെ ആയിട്ട് ഇത് കണ്ടോ, ഒരു പാലുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോകാം. അവിടെ നമ്മൾ വലിയ കെട്ടൽ കേട്ടോ. അതിലൂടെയും വെള്ളം പോവും, ഇതിലൂടെയും വെള്ളം പോവും. ഈ രണ്ട് ഓട്ടേൻ്റെ ഉള്ളിലൂടെ വെള്ളം പോകലുണ്ട്. പ്രത്യേകത ഞാൻ കാണിച്ചു തരട്ടെ. അവിടെ കണ്ടു രണ്ടൊരു ഗുഹ, കാണുന്നോ എനിക്കറിയില്ല. പക്ഷേ അവിടെ ചെറിയ ഗുഹ ഉണ്ടോ, അത് നന്നായിട്ട് വെള്ളം ഉണ്ടാവും. പക്ഷേ വലിയ ഗുഹയിൽ തീരെ വെള്ളം ഉണ്ടാവില്ല. അത് എന്താ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ പാലം. ഇതിൻ്റെ ഇവിടെ കണ്ടു, ഇവിടെ നമ്മൾ വലിയ കെട്ടലുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വെള്ളം ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ, പുല്ലും ഇതാണ് ഞാൻ പറഞ്ഞത്. കുറേ വേസ്റ്റ് കണ്ടോ, പ്ലാസ്റ്റിക് ഒക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒലിച്ച് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞില്ലേ രണ്ട് ഗുഹ ഇവിടെ കണ്ടോ, ഇതാണ് വലിയ ഗുഹയാണിത്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് തീരെ വെള്ളമില്ലേ. ഒന്നാമത് ഇവിടെ ഇങ്ങനെ കെട്ടി കിടക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് കേട്ടോ, നമുക്കിങ്ങനെ ഇറങ്ങി നിൽക്കാനൊക്കെ പറ്റും. ഇതാണ് ചെറിയ ഗുഹ കണ്ടോ. ഇതിൽ ഒന്നുകൂടെ വെള്ളമുണ്ട്, കുറച്ച് വെള്ളം കുറവാണ്. എന്നാലും മറ്റേനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് പോത്താണ്, അടുത്തുള്ള വീട്ടിലത്തെ ഒരു പോത്താണ് കേട്ടോ. ഇത് ഇവിടെ നല്ല വെള്ളം ഉണ്ടായത് കൊണ്ട് പോത്ത് ഇങ്ങോട്ട് തിന്നതാട്ടോ. ഇവിടെ അതിൻ്റെ അരികെ കുറച്ച് പുല്ലൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, കണ്ടില്ല, ആകെ നല്ല വൃത്തികേടായിട്ടാണ് ഇപ്പോൾ നമ്മുടെ തോട് കിടക്കുന്നത്. നമുക്ക് ഈ ഒരു ഇതിൻ്റെ മുകളിലോട്ടൊന്ന് കയറി നോക്കാം. നല്ല പ്രയാസമായിട്ട് ഇവിടെ കയറാൻ, ഇവിടെ പിടിച്ച് കയറണം, അല്ലെങ്കിൽ നമ്മൾ വെളുതി വീഴും ഗൈസ്. അപ്പോൾ നമുക്കൊന്ന് പൊന്ന് എങ്ങനെയാണ് കയറണത് എന്നുള്ളതൊന്ന് നോക്കാം. ഇവിടേക്ക് കയറണമെങ്കിൽ മാറ്റിയ നമുക്ക് അങ്ങനെ ഇങ്ങനെ വികം പോയാലോ, അതിൻ്റെ വീഡിയോ നമുക്ക് കിട്ടുമല്ലോ.
പോടി. അപ്പൊ ഞാനങ്ങ് കേറിയിട്ടുണ്ട് ഗൈസ്. ഇനി ഞാനാണ് കയറാനുള്ളത് ഗൈസ്. ഞാനിപ്പോൾ എടുത്ത് വരെ ഞാൻ കയറിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ എനിക്ക് കൈ തന്നു. ഇവിടെ ആകെ ചമ്മലായിട്ട് കിടക്കണത് കണ്ടോ? അവിടെയൊക്കെ ഭയങ്കര രസമുണ്ട്. ഭയങ്കര രസമാണ്. ഇവിടെ ആകെ ചമ്മലായിട്ട് കിടക്കുകയാണ്. ആ ഒരു ഭാഗം കണ്ടോ? ഭയങ്കര രസമാണ് കേട്ടോ. നല്ല രസമുണ്ട് അവിടെയൊക്കെ കാണാൻ. ഇതാ ഇവിടെ കൊണ്ട് ഇന്നലെ പാടല്ലേ വരുമ്പത്തെ കൂടിയൊക്കെ നടത്തി ഞാൻ വീഡിയോ ഇട്ടീന്ന്. പക്ഷെ അത് ഇന്ന് മേമാൻ്റെ വേറെ ഫോണിലായിരുന്നു. ആ ചാനൽ ഇപ്പം നമ്മുടെ കയ്യിലാണ് ഗൈസ്. നമ്മുടെ പോത്തുകുട്ടിയെ കണ്ടോ അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. നമ്മൾ എന്തായാലും ഉറപ്പാ നമ്മൾ എന്തായാലും ആ വീഡിയോ വിടും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ തോടിൻ്റെ ഒക്കെ അവസ്ഥ എന്ന് പറയുന്നത്. അവിടെ ഭയങ്കര രസമാണ് കണ്ടോ. ഓക്കെ ഇതാണ് കണ്ടോ. ഞങ്ങൾ ഈ കൊമ്പാണ് ഞങ്ങളെ ഒരു ഇത് പറയുന്നത്. ഇതിങ്ങനെ തൂങ്ങി കളിക്കുക അതൊക്കെയാണ് ഞങ്ങളൊരു ഇത് പറയുന്നത്. മാങ്ങയുടെ കാലൊക്കെ ആയ സമയത്ത് ഇതിമ മാങ്ങ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഉപ്പും മുളക് പൊടിയൊക്കെ ഇങ്ങനെ കൊണ്ടുവരിക. തൂങ്ങി കളിക്കാനാണ് ഞങ്ങളിങ്ങനെ ഇരുന്ന് ഇവിടെ തന്നെ ഉപ്പുമൊക്കെ കൊണ്ടുപോകും. എന്നിട്ട് ഇതിമൂന്ന് മാങ്ങ പറിച്ചിട്ട് മോനി സെറ്റ് കേട്ടോ. അതൊക്കെ തിന്നു നല്ല ടേസ്റ്റാണ്. ഇരുന്നിട്ട് ഇതിമ കടന്ന് നല്ല രസമാട്ട. അങ്ങനെയൊക്കെ ആയാൽ പാലത്തമ്മയുള്ളൂ നിൽക്കണത്. എനിക്ക് ഈ പാലത്തമ്മനെ കുറിച്ച് പറയാനുള്ളൊരു കാര്യമാണ്. ഈ പാലം നല്ല പഴക്കമുള്ളൊരു പാലമായിരുന്നു. കണ്ടോ വിണ്ടലൊക്കെ വന്നിട്ട് പായലൊക്കെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിമൊക്കെ നിൽക്കാൻ തന്നെ പേടിയാണ്. പക്ഷെ അങ്ങനെയാണ് ഇതൊക്കെ അങ്ങനെ നിന്ന് ഇപ്പാടായാൽ പൊള്ളിച്ചാടിട്ടോ. അങ്ങനെ എന്നത്തോ ഒരു പാലാണ് ഈ മാങ്ങമരക്ക്. മോനെ പണ്ടത്തെ കാലൊക്കെ അയച്ചപ്പോൾ സെറ്റൊക്കെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. ബൈ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഒന്ന് ഷെയറും കൂടി ചെയ്യുക. അപ്പോൾ ബൈ.